നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 16,800 എന്ന റീജിയൻ നല്ലൊരു റീജിയൻ ആയിരുന്നു, നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു എന്ന്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ബിയറിഷ് മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് റീജിയനിലൊരു കൺസോൾട്ടേഷൻ നടന്നു, നല്ലൊരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ഇത് നമ്മുടെ ഏപ്രിൽ മാസത്തെ ക്യാൻഡിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റീജിയനിലൊക്കെ സപ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഡോജി ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് ഒക്കെയാണ് നമുക്ക് ഈ മാസം തന്നിരുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു സൈനായിരുന്നു, നല്ലൊരു റിവേഴ്സലിൻ്റെ ഒരു നല്ല സൈനായിരുന്നു. നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് നല്ലൊരു റിവേഴ്സൽ സൈനായിരുന്നു ഇങ്ങനെ ഒരു ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തിരുന്നതെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ ആ ഒരു പ്രൈസ് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെ പ്രൈസ് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഡോജി ക്യാൻഡിലെ ഹൈ ഏകദേശം 17,850 ചേർന്നാണ് വരുന്നത്. അപ്പം 17,850 വരെയൊക്കെ പോയി, അതിന് മുകളിലൊക്കെ ഒന്ന് പോയതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ അവിടെ നിന്ന് ഏകദേശം 200 പോയിൻറ്റോളം താഴെയാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വിക്ക് കുറച്ച് വലിയ വിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ക്യാൻഡിൽ ബുള്ളിഷ് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിലും, പക്ഷേ ആ വിക്ക് മുകളിലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ബിയറിഷ്നെസ് നമുക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതുണ്ടായേക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയൻ ഏപ്രിൽ മാസം സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് 17 ഇപ്പോൾ ഏകദേശം ഒരു വീക്കും കൂടെ ഉള്ളൂ ഏപ്രിലിൽ അവസാനിക്കാൻ വേണ്ടി. അപ്പം 17,850 മുകളിൽ ആ ഒരു മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് വരുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് പോയി നോക്കാം. വീക്കിലിയായിട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ചാനൽ ബ്രേക്കൗട്ടൊക്കെ തന്നിരുന്നു. ബ്രേക്കൗട്ട് തന്ന നല്ല ക്ലോസിംഗ് ഒക്കെ തന്നിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ വീക്കിലി ക്യാൻഡിൽ. അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബോഡിയോട് കൂടി തന്നെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ ഫോം ചെയ്തു, ക്യാൻഡിൽ എക്സാക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സലാണ് ഉണ്ടായത്. അപ്പോൾ റിവേഴ്സൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ വീക്കിലി ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ ലോയ്ക്ക് താഴെ പോയതിന് ശേഷം കുറച്ച് മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് വലിയൊരു ബിയറിഷ്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ പക്ഷേ നെക്സ്റ്റ് വീക്കിൽ ഒരു ബിയറിഷ്നെസ് ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് മന്ത്ലിയിലാണെങ്കിലും നമ്മുടെ ഏപ്രിൽ മാസത്തെ നമ്മുടെ ക്യാൻഡിലിൻ്റെ ബോഡി കുറച്ച് വലുതാണ്, താഴോട്ട് ചെറിയൊരു വിക്കാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് വലുതായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമുക്ക് വീക്കിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ബോഡിയോട് കൂടി ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റീജിയൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീക്കിലി ക്യാൻഡിലിൻ്റെ ലോ തന്നെയാണ്. കഴിഞ്ഞ വീക്കിലി ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ നമുക്ക് ഡെയിലിയിലാണെങ്കിലും വീക്കിലിയിലാണെങ്കിലും ക്ലോസിങ് തരുന്നുണ്ടോ എന്ന് നോക്കുക. ഡെയിലിയിലാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു 17,550 റീജിയനിൽ നമുക്കൊരു സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ടോപ്പിൽ വന്നൊന്ന് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീക്കിലി ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പം ഈ ഒരു റേഞ്ചിന് അകത്തേട്ട് വരികയാണെങ്കിലും നമ്മൾ വലിയ കുഴപ്പമില്ല. പക്ഷേ റേഞ്ചിനകത്തേട്ട് വന്നിട്ട് ഈ ഒരു റീജിയൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 17,350 എന്ന റീജിയന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ താഴോട്ട് നമ്മളൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോയി എന്ന് തന്നെ നമ്മൾ മാർക്കറ്റ് മുമ്പോട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഒരു ലെവൽ വരെ നമുക്ക് ഓക്കെ എന്ന് പറയാം, 17,350 വരെ. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയണിൽ തന്നെ ഈ ഒരു ടോപ്പിൽ തന്നെ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സപ്പോർട്ട് എടുത്ത് പതുക്കെ ഒന്ന് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ ഒന്ന് നിന്നിരിക്കുന്നു.
ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു, ഒരു കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബിയറിഷ്നെസ്സിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായേക്കാം. ആ ഒരു ഉണ്ടാകുന്ന കണ്ടിന്യൂവേഷൻ അത് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലും ക്ലിയർ ആയിട്ട് ഈ ചാനലിൻ്റെ അകത്ത് വന്നു ക്യാൻഡിൽ, അതിനുശേഷം ഈ ഒരു റീജിയന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ടുള്ള ലെവലാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മുമ്പോട്ട് പോകുമ്പം ഒരു താഴോട്ടുള്ള മൂവ്മെൻറ്റ്സിലാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് റീജിയൻ ഒന്ന് ഈ ഒരു ചാനൽ നിങ്ങൾ ഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം ഏകദേശം 17,500 550 റീജിയനിലാണ് വരുന്നത്. അതിന് താഴെയുള്ള സപ്പോർട്ട് റീജിയനാണ് 17,350. ഇനി അതല്ല മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു റീജിയൻ 17,850 നല്ലൊരു റെസിസ്റ്റൻസ് തന്നെയാണ്, നമുക്ക് റിവേഴ്സൽ തന്നിട്ടുണ്ട്. അപ്പോൾ 17,850 മുകളിൽ നമുക്കൊരു വീക്കിലി ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലേക്കുള്ള മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുക, മുകളിലേക്കുള്ള ഡയറക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മുകളിലേക്ക് വരുവാണെങ്കിലും 18, 200, 250 റീജിയൻ വീണ്ടും ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ്. അപ്പം നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് നമ്മൾ കാണാറുള്ളതാണ്. പൊതുവേ മാർക്കറ്റ് ഇങ്ങനെയുള്ള വലിയൊരു ബിയറിഷ് ചാനലിന് ശേഷം ആ ഒരു ചാനൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു റീജിയനിലൊക്കെ ഒന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം എടുത്ത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്കൊരു മീഡിയം രീതിയിൽ കുറച്ചും കൂടെ താഴോട്ടാകാം. പക്ഷേ ഈ ഒരു റീജിയനിലൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ഈ ഒരു പാറ്റേണിൻ്റെ പകുതിക്ക് താഴെ വരികയാണ്, 50% താഴെ വരികയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും താഴോട്ടാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നത്, വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ചാർട്ടിൽ ഈ ഒരു ട്രെൻഡ് ലൈൻസും ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഡ്രോ ചെയ്യാൻ പഠിക്കുക. അപ്പം ഇങ്ങനെ വരച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻട്രീസ് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.